ആണുങ്ങൾ നേരിടുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളെയും അതിന് നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. കാര്യം ഞാൻ ഏകപക്ഷീയമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നും അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ പരക്കെ എന്നെ അറിയാവുന്നവർക്കിടയിൽ പരക്കെ ഒരു സംസാരമുണ്ട്. ഞാൻ ഭയങ്കര ഏകപക്ഷീയമായി സംസാരിക്കുന്നു. സ്ത്രീകളുടെ വിഷയത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ പുരുഷന്മാരെക്കുറിച്ച് നിങ്ങൾ എന്താ പറയാത്തത് എന്ന് ഒരുപാട് കമൻസ് വരാറുണ്ട്. ഞാനും കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്തായാലും നമ്മൾ ഇന്ന് ആ ആഗ്രഹം സഫലീകരിക്കാൻ പോവുകയാണ്. നമ്മൾ പുരുഷന്മാരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പോവുകയാണ്. ഓരോ പുരുഷനും നേരിടേണ്ടി വരുന്ന വലിയ വലിയ പ്രശ്നങ്ങളെ നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യുകയാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ, ചില ഉദാഹരണങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി കണക്റ്റ് ആയിട്ടില്ല എന്ന് വരും. നിങ്ങൾക്ക് പരിചയമുള്ള ആൺ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ചോദിക്കുക ഇതിലേതൊക്കെ കാര്യങ്ങൾ കണക്റ്റ് ആവുന്നുണ്ടെന്നുള്ളത്. എനിക്ക് 100% ഉറപ്പുണ്ട് ഒരു വലിയ വിഭാഗം ആൺകുട്ടികളും ഈ പറയുന്ന പ്രശ്നങ്ങളോടൊക്കെ വളരെയധികം കണക്റ്റ് ആവുമെന്നും അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുമെന്നും. ആണുങ്ങൾ അളക്കപ്പെടുന്ന ഒരു ഭയങ്കര പ്രശ്നകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. പൈസ. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ, നിങ്ങളൊരു പ്രായപൂർത്തിയായിട്ടുള്ള ജോലിക്ക് കയറിയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അളക്കപ്പെടുന്നത് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, നിങ്ങൾ എത്ര വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇനി വരുമാനം ഉണ്ടാക്കിയാൽ പോരാ, അതിൽ നിങ്ങൾ ഷോ ഓഫ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. മനസ്സിലായി കഴിഞ്ഞാൽ ഒരു ബഹുമാനം. നമ്മളൊരു വണ്ടിയിൽ ചെന്നിറങ്ങുമ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കാറിൽ ചെന്നിറങ്ങണം. റിച്ച് ആണെന്ന് കാണിക്കാൻ വേണ്ടി കാറിൽ ചെന്നിറങ്ങണം എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ കുറച്ച് വില കൂടിയൊരു മൊബൈൽ ഫോണാണ് എന്ന് നിങ്ങൾ കാണിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഉണ്ടാക്കുന്ന പൈസയുടെ പേരിൽ ആണുങ്ങൾ, അത് ഏറ്റവും ഭീകരമായിട്ടുള്ളൊരവസ്ഥ കല്യാണ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോഴാണ്. രണ്ട് വ്യക്തികൾ ഒരുമിച്ചല്ലേ ജീവിക്കുന്നത്. ആ രണ്ട് വ്യക്തികളും ഒരുമിച്ച് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഒരുപോലെ വരികയും അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് അവർക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഘടകം. പക്ഷേ ആ പെണ്ണിനെയും കൂടി പോറ്റാൻ പറ്റുന്ന അത്രയും പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് നമ്മളിങ്ങനെ കാണിക്കണം. യു ഷുഡ് ബി ആൻ ഏർണിംഗ് മെഷീൻ. നീ പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. പൈസ ഉണ്ടാക്കി കുറേ വലിയ വീട് വാങ്ങിക്കണം, വലിയ വണ്ടി വാങ്ങിക്കണം, എന്നിട്ട് കുറേ പിള്ളേരുണ്ടാക്കണം, പറ്റുമെങ്കിൽ കുറേ പാവത്തുങ്ങളെ സഹായിക്കണം. ഇത് ഒരു പുരുഷൻ്റെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എനിക്ക് ജീവിക്കാനുള്ള പൈസ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്, അത്യാവശ്യം ഭേദപ്പെട്ടൊരു സേവിങ്സ് എൻ്റെ കയ്യിലുണ്ട്, എന്താ കുഴപ്പം? എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ആവശ്യമില്ലാതെ അളക്കുന്നത്? നമുക്കിതൊക്കെ ചോദിക്കാൻ തോന്നും. പക്ഷേ നാട്ടിലിറങ്ങി നടക്കുമ്പോൾ എന്താ നിനക്കിപ്പോൾ പണി എന്താ? നമ്മൾ അത്യാവശ്യം കൊള്ളാവുന്നൊരു കാറിൽ വന്നാൽ ഈ ചോദ്യം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവൻ സമ്പാദിച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പം നമ്മൾ ചോദ്യം ചെയ്യേണ്ട. പക്ഷെ അങ്ങനെ അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ നിനക്കിപ്പോൾ എന്താ പണി, എന്ത് കിട്ടും, എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ, വേറെ എന്തെങ്കിലും ജോലിയൊക്കെ നോക്കിക്കൂടെ? എന്തിനാ? നമ്മൾ വളരെ പീസ്ഫുള്ളായിട്ടാണ് ജോലി ചെയ്യുന്നുണ്ടാവുക. നമ്മളോട് നല്ല പീസ്ഫുള്ളായിട്ടാണോ മോനെ നീ ജോലി ചെയ്യുന്നത്, നീ ഹാപ്പിയാണോ എന്നൊന്നുമല്ല ചോദിക്കുക. നിനക്ക് ആ ജോലി ചെയ്തൂടെ, അങ്ങനത്തെ ജോലിക്ക് നോക്കിക്കൂടെ, അപ്പോൾ നിനക്ക് കുറേ കാശ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. കാരണം കാശ് ഉണ്ടാക്കണേ. കാശില്ലെങ്കിൽ അതിൻ്റെ പേരിൽ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുക, കളിയാക്കുക. എല്ലാവരും ഒരേപോലെ പിരിവിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു പരിപാടിയാണെങ്കിൽ നമ്മളതിൽ പിരിവിടേണ്ടതാണ്. അങ്ങനെ പറ്റിയില്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് ചിലപ്പോൾ നമ്മളെ മാറ്റി നിർത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അളക്കുമെന്നേ, ആളുകൾ അളക്കും, ചോദ്യം ചെയ്യും. ജീവിതത്തിൻ്റെ ഓരോ പ്രധാനപ്പെട്ട സിറ്റുവേഷനിലും ഒരു ആൺകുട്ടി ചോദ്യം ചെയ്യപ്പെടൽ നേരിട്ടുകൊണ്ടേയിരിക്കും പൈസയുടെ കാര്യത്തിൽ. ഇനി വേറൊരു സാധനമുണ്ട്. ഇത് വളരെ സട്ടിലായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. കുറേ കാലം മുമ്പ് എൻ്റെ അപ്പൂപ്പൻ പടമായി, പുള്ളി മരിച്ചു. അപ്പം ഇദ്ദേഹത്തിൻ്റെ ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ നിൽക്കണം. അപ്പം ഞാനുണ്ട്, മാമന്മാരുണ്ട്, അമ്മയുടെ അനിയന്മാരാണ്. അപ്പോൾ അവരെല്ലാവരും ഈ നാട്ടുജോലികൾ ചെയ്യുന്ന ആളുകളാണ്. ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ നാട്ടിൻപുറത്തുള്ള പണികളൊക്കെ ചെയ്യും, അതുപോലെ വീടിൻ്റെ പണിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇവരുടെ കൂടെ പോയി. ഞാൻ റേഡിയോ ജോക്കിയാണ്. എനിക്ക് ഡിഗ്രി കഴിഞ്ഞ ഉടനെ എനിക്ക് ജോലി കിട്ടി. ഞാൻ റേഡിയോ ജോക്കിയായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ എവിടെയോ ചെന്നു കുറച്ച് മണൽ കൊണ്ടുവരണം, ഇത് വീട്ടിൽ കൊണ്ടുവരണം. അപ്പം മറ്റേ ഉന്തിക്കൊണ്ട് പോകുന്ന 2 ടയറുള്ള വണ്ടിയില്ലേ, ഈ വണ്ടിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനും കൂടെ അങ്ങ് പോയി. ഈ വണ്ടിയിൽ ഈ മണൽ നിറച്ച് കഴിഞ്ഞിട്ട് ഈ വണ്ടി ഇങ്ങനെ നമ്മൾ പിടിക്കേണ്ട കമ്പ് പൊങ്ങിയിരിക്കുമല്ലോ, ഇത് താഴ്ത്തണം. ഞാനിങ്ങനെ നോക്കിയിട്ട് താഴുന്നില്ല. കാര്യം നമ്മളങ്ങനെ ഭയങ്കര ഒരു വർക്കൗട്ട് ചെയ്യുകയോ ഒരുപാട് വെയിറ്റ് മാനേജ് ചെയ്യുകയോ ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഞാൻ കുറേ നോക്കി, ഇത് ഉന്താൻ നോക്കി, പറ്റണില്ല. അപ്പോൾ ഈ മാമന്മാർ നിന്ന് കളിയാക്കുക, എടാ നീ ഒരു ആൺകുട്ടിയല്ലടാ, നിനക്കിത് പറ്റൂലേ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നിട്ട് ഇവർ ചെയ്തത് എന്താ അറിയോ? ഇത് പ്യുവർ ടെക്നിക്കാണ്. ആ വെയിറ്റിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ കമ്പിയിൽ ഇവർ പിടിച്ചു, കാലുകൊണ്ട് പുഷ് ചെയ്തു, ഇത് കറക്റ്റായിട്ട് വന്ന് നിന്നു. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ ക്ഷീണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നിർത്തുന്നു. അപ്പോഴൊക്കെ ഇവർ കളിയാക്കുക. ഇവരെല്ലാ ദിവസവും ചെയ്യുന്ന പണിയാണത്, ഞാൻ എന്നും ചെയ്യുന്ന പണിയല്ലത്. മാത്രമല്ല ഇനിയിപ്പോൾ പൈസയുടെ കാര്യം പറയാനാണെങ്കിൽ അവരുണ്ടാക്കുന്നതിനേക്കാൾ പൈസ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കാനുള്ള പണം നമ്മൾ രണ്ടുപേരും ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഈ കായികക്ഷമതയെ വെച്ചുകൊണ്ട് എന്നെ കഴിവില്ലാത്തവൻ എന്ന് പറഞ്ഞാണ് ഇവർ കളിയാക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ, നാട്ടിൻപുറങ്ങളിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ഈ
എന്താണെന്നറിയോ, ഒരു കയറ് കെട്ടുക എന്ന് പറയില്ലേ, ഒരു കയറ് ഒരു കുടുക്കിട്ട് കെട്ടുക. എന്നോട് പറഞ്ഞാൽ എനിക്ക് ആകെ ഒരു രീതിയിലേ കെട്ടാൻ അറിയുള്ളൂ. ഞാൻ അങ്ങനെ കെട്ടി നോക്കും. ചില കയറ് കെട്ട് വീണില്ല എന്ന് വരും. ചിലപ്പോൾ പ്ലാസ്റ്റിക് കയറൊക്കെ ആണെങ്കിൽ അന്ന് ആ ഒരു സമയം മുഴുവൻ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഇതാണ്. അവിടെ തന്നെ ജനിച്ച് ജീവിച്ച് വളർന്നിട്ടുള്ള ഇവർക്ക് ഒരുപാട് പേര്, ഇവർ പന്തൽ പണിക്കൊക്കെ പോകുന്നതാണ്, ഇവർക്കൊരു കെട്ടിടേണ്ട എങ്ങനെയാണെന്ന് അറിയാം, ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാം. പക്ഷേ ഒരാണായിരിക്കുമ്പോൾ ഞാനിത് അറിഞ്ഞിരിക്കണം. ഞാനിത് അറിയില്ലെങ്കിൽ എനിക്കിത് അറിയില്ലെങ്കിൽ അവർക്ക് എന്നെ കളിയാക്കാനുള്ള അവകാശമുണ്ട്. ഈ കഴിവ് കെട്ടവൻ എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ടല്ലോ, ഇത് ആൺകുട്ടികൾക്ക് ചാർത്തി കൊടുക്കാൻ പല കാരണങ്ങളും ഇവർ കണ്ടെത്തും. എനിക്കിപ്പോൾ ഈ പണി അറിയില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാൾ സിറ്റിയിൽ വരുന്ന സമയത്ത് അയാൾ അവിടുത്തെ ഏതെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അറിയാത്തതുപോലെ പെരുമാറിയാൽ തിരിച്ചും കളിയാക്കലുണ്ട്. എല്ലാം അറിഞ്ഞിരിക്കണം. ഒരാണായാൽ എല്ലാം അറിഞ്ഞിരിക്കണം, എല്ലാം ചെയ്യാൻ പറ്റണം. പറ്റിയില്ലെങ്കിൽ അവൻ കുറഞ്ഞു പോയി എന്ന് പറയുന്ന ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. നമ്മൾ ഓരോ സാഹചര്യത്തിൽ ജീവിക്കും, നമുക്ക് ഓരോരോ സംഭവങ്ങളാണ് അറിയുക. ഇതൊന്നും പരിഗണിക്കില്ല. അതുപോലെ ഒരു കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിക്കാം. കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കുറച്ച് കഴിഞ്ഞ് മതി എന്നായിരിക്കും വിചാരിക്കുക. ചിലപ്പം ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുടെ ഭാഗമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും, കുറച്ച് സമയം വെയിറ്റ് ചെയ്തു എന്ന് വരും. അന്നേരം സ്ത്രീ പുരുഷന്മാർ ഈ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള രണ്ടുപേരും നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങളാണ്: കുഞ്ഞുങ്ങളൊന്നും ആയില്ലേ, എന്താ കുഴപ്പം, ആർക്കാ കുഴപ്പം, നല്ലൊരു ഡോക്ടറുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരാണ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ സമയത്ത് എന്തായിരിക്കും എന്നറിയോ? അവനൊരു കഴിവ് കെട്ടവനാണ്. അതായത് ഈ എന്തിൻ്റെ കഴിവെന്ന് പറയുന്നില്ലല്ലോ, കഴിവ് കെട്ടവനാണ്. നമ്മുടെ കംപ്ലീറ്റ് വാല്യൂം ഈ പറയുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടിട്ടിട്ട് അവനൊരു കഴിവട്ടവനാണ് എന്ന് പറഞ്ഞ് അങ്ങ് താഴ്ത്തിക്കെട്ടലാണ്. ഇത് ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ് കേൾക്കും, ചിലപ്പോൾ കേൾക്കില്ല. ഇനി കുഞ്ഞുങ്ങളുണ്ടാവുന്ന കാര്യം പോട്ടെ, ഭാര്യയും ഭർത്താവും രണ്ട് ഇൻഡിവിജ്വൽസ് ആണെന്നും അവർക്ക് വ്യക്തി ജീവിതത്തിൽ സ്വാതന്ത്ര്യങ്ങളുണ്ടെന്നും ഓരോരുത്തരും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും, പരസ്പര അനുവാദത്തോടുകൂടി പരസ്പര മനസ്സിലാക്കലോടുകൂടി നമുക്ക് ഓരോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ സൊസൈറ്റി അംഗീകാരം കൊടുത്തിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം, അതായത് വ്യക്തി സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇതൊക്കെ എല്ലാ വ്യക്തികൾക്കുള്ളതാണ്. പക്ഷേ വിവാഹ ജീവിതത്തിൽ ഒരു സ്ത്രീ അത് ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവനെ കൊണ്ട് കൊള്ളൂലാഞ്ഞിട്ടാണെന്ന് പറയും. അത് അവർക്കിടയിൽ നിൽക്കുന്ന കാര്യമാണ്. നീ അതിൻ്റെ ഇടയിൽ കയറി കൊണാരം അടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും നാട്ടുകാർ വിലയിരുത്തുന്നത് അവനെ കൊണ്ട് കൊള്ളൂലാഞ്ഞിട്ടാണ്. ആക്ച്വലി അവൻ്റെ കൂടെ ജീവിക്കുന്ന ആ പാർട്ട്ണർ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി വിചാരിക്കുന്നത് ഇവനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം എന്നാണ്. പക്ഷേ ഇവനൊരു കഴിവ് കെട്ടവനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ, അതിലും ഏറ്റവും സങ്കടം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ചാർത്തിക്കൊടുക്കലുകൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ആണുങ്ങൾ തന്നെയാണെന്നുള്ളതാണ്. പുരുഷൻ്റെ മനസമാധാനം കളയുന്ന ഒരു വലിയ വിഭാഗം സമൂഹത്തിലെ വലിയൊരു പോർഷൻ വരുന്ന ആണുങ്ങൾ തന്നെയാണ്. ഈ കഴിവ് കെട്ടവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പൗരുഷം എന്ന് പറയുന്നത്. അതായത് ആണാവുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വരും. നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ശബ്ദമുയർത്തി ചോദിക്കണം, പറ്റിയ ആദ്യം കൈപൊക്കുന്നത് നമ്മളായിരിക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു ടോക്സിക് മസ്കുലിനിറ്റി എന്ന് പറയുന്ന സാധനമില്ലേ, ഇത് നമ്മൾ കാണിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുള്ള പോലെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ റോഡിലൂടെ നടന്നു പോകുന്നു, ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ദേഹത്തൊന്ന് തട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവനെ തിരിച്ച് നേരടാ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കണം. അവൻ നോക്കി പേടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിടാ എന്ന് ചോദിക്കണം, ഒന്ന് കൈ വീശണം, പറ്റുകയാണെങ്കിൽ 2 അടി ഉണ്ടാക്കണം. അങ്ങനെ അല്ലാതെ ഒരാൾ തട്ടിക്കഴിഞ്ഞപ്പോൾ സോറി എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കൂടെ നടന്ന ആൾ തന്നെ നമ്മളോട് ചോദിക്കും, നീ എന്താ അവനോടൊന്നും പറയാഞ്ഞ്, നീ എന്തൊന്നും ചോദിക്കാഞ്ഞ്, നിനക്ക് പേടിയാണോ? എനിക്ക് പേടിയില്ലടോ, ഞാൻ ആ പ്രശ്നം ഒഴിവാക്കിയതാണ്. ചില അനാവശ്യ വാശികളൊക്കെ ഉണ്ട്. ഈ റോഡിൽ 2 വണ്ടികൾ ഇങ്ങനെ മുഖാമുഖം വരുന്ന സമയത്ത് ഒരാൾ സൈഡ് ഒതുക്കിയേ പറ്റൂ എന്ന് പറയുമ്പോൾ ആരാണ് ഒതുക്കുന്നത്, ആരാണ് ബ്രേക്ക് ഇടുന്നതെന്ന് പറയുമ്പോൾ ചില സിറ്റുവേഷനിൽ ഈ 2 ഡ്രൈവർമാരും അനാവശ്യമായിട്ടുള്ള ഈഗോ കാണിച്ച് അവനെടുക്കട്ടെ, ഞാൻ നോക്കാം, നീ എടുക്കടാ, നീ എടുക്കുമെന്ന് പറയുന്ന പോലെ ഇങ്ങനെ നോക്കി നിൽക്കും. ഇത് ബാക്കിയുള്ളവർക്ക് അവനവനും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. ചില ആൾക്കാർ മറ്റേ ആളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിലും ഒന്ന് ബ്രേക്ക് ഇട്ട് പതുക്കെ ഒന്ന് റിവേഴ്സ് ഇട്ട് സൈഡ് ഒതുക്കി കൊടുത്ത് അവനങ്ങോട്ട് പോട്ടെ, എന്നിട്ട് ഞാൻ എൻ്റെ കാര്യത്തിന് പോകും. ഈ പോകുന്നത് എനിക്ക് പൗരുഷം കുറഞ്ഞിട്ടല്ല, ഞാനൊരു പ്രശ്നത്തിനെ അവോയ്ഡ് ചെയ്യുകയാണ്. എനിക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്കിങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കുക, ഇതിന് പാഴാക്കാൻ എൻ്റെ എനർജി ഇല്ല. പക്ഷേ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ ചോദിക്കും, നിനക്ക് പേടിയാണോ? എനിക്ക് പേടിയുണ്ടായിട്ടല്ല. ചില സിറ്റുവേഷൻസിൽ നമ്മൾ ശബ്ദം ഉയർത്തിയില്ലെങ്കിലാണ് പ്രശ്നം. പണ്ട് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് തന്നിട്ടുള്ളൊരു ഉപദേശമാണ്. പുള്ളി മരിക്കാൻ പോകുകയാണെന്നുള്ളത് എനിക്കും പുള്ളിക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി എന്നോട് പറഞ്ഞു, നമ്മൾ എല്ലാ കാര്യത്തിലൊന്നും ശാരീരികമായിട്ട് ഇടപെടരുത്, എന്ന് വെച്ചാൽ തല്ലുണ്ടാക്കാനൊന്നും പോകരുത്. ഇതാണ് മെയിൻ കാര്യം. പ്രത്യേകിച്ച് നമ്മളെക്കാളും നല്ല ആരോഗ്യമുള്ള ഒരാളാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഈ തല്ലും വഴക്കൊക്കെ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമുക്ക് തല്ലി ജയിക്കാൻ പറ്റിയെന്ന് വരും, പക്ഷേ നമുക്ക് ഒരുപാട് പരിക്കുകൾ പറ്റും. നമ്മൾ ശക്തി എല്ലാ സ്ഥലത്തും ഉപയോഗിക്കേണ്ടതില്ല. നമ്മൾ ബുദ്ധിപരമായിട്ട് നേരിടുക. ഈ പ്രശ്നത്തിന് നമ്മൾ ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ നന്നായി റിയാക്ട് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ബുദ്ധി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധി ഇല്ലാത്തവർക്കും
ബുദ്ധി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും 1-2 കയ്യാങ്കളിയിലേക്ക് പോകാം. നമ്മളങ്ങനെ പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഉപദേശം. പിന്നെ എനിക്കും പേഴ്സണലി അറിയാം, വഴിയെ കാണുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഏണി വെച്ച് പിടിച്ച് അവരുടെയൊക്കെ കയ്യാങ്കളിയൊക്കെ കാണിക്കാൻ പോകാനുള്ള അതിനും മാത്രമുള്ള ആരോഗ്യമൊന്നും എൻ്റെ ഇല്ല എന്നുള്ള കാര്യവും എനിക്കറിയാം. അപ്പം നിയമപരമായി നേരിടേണ്ട പ്രശ്നങ്ങളെ നമ്മൾ നിയമമൊക്കെ ഉള്ളൊരു രാജ്യത്ത് ജീവിക്കുന്നുണ്ട്, നിയമപരമായി നേരിടുക. അനാവശ്യമായിട്ട് ശബ്ദമായിട്ടാണെങ്കിലും കായികപരമായിട്ടാണെങ്കിലും എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള. പക്ഷേ നമ്മുടെ നാട്ടിലൊരു വിഭാഗം ആളുകൾ ഇതിനെ പൗരുഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പുരുഷനൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ്, നമ്മൾ കുറച്ച് ചോദിച്ചു പറഞ്ഞു എന്നൊക്കെ ഇരിക്കും. പിന്നെ വേറൊരു സാധനമുണ്ട് പൗരുഷത്തിനോട് അസോസിയേറ്റ് ചെയ്യുന്ന. ആണുങ്ങളാകുമ്പോൾ ഇടയ്ക്ക് 2 അടിച്ചു എന്നൊക്കെ വരും, ആണുങ്ങളാകുമ്പോൾ കുറച്ച് സിഗരറ്റ് വലിച്ചു എന്നൊക്കെ ഇരിക്കും. ഇങ്ങനെ ആണുങ്ങൾ പൗരുഷം കാണിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തലയിൽ കെട്ടിവെക്കുന്ന കുറേ ദുശീലങ്ങളുണ്ട്. ആ ദുശീലങ്ങളിൽ വെള്ളോടിയും സിഗരറ്റോലിയും മാത്രമല്ല, ആവശ്യമില്ലാതെ ശബ്ദമുണ്ടാക്കുക, ആവശ്യമില്ലാതെ ബാക്കിയുള്ളവൻ്റെ മെക്കിട്ട് കയറുക എന്ന് പറയുന്നതും അതിനെ വേണമെങ്കിൽ നമുക്കൊരു ദുശീലമായിട്ട് കാണാം. പിന്നെ ഒരു സാധനമുണ്ട്, അത് ഭയങ്കര സ്വീറ്റാണ്, കേൾക്കുമ്പോൾ ഭയങ്കര രസമുള്ള പരിപാടിയാണ്, കുടുംബസ്നേഹം. ഈ കുടുംബസ്നേഹം കാണിക്കാത്ത ആണുങ്ങളെ മുഴുവൻ നമ്മൾ കുറ്റം പറയും. ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഏൺ ചെയ്യാൻ നേരത്തെ നമ്മൾ പറഞ്ഞ ഏണിംഗ് മെഷീൻ ആവുക എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പയ്യൻ ഇങ്ങനെ ഇരുന്ന് പറയുകയാണ്, നമുക്ക് എത്ര രൂപയാണോ ശമ്പളം ആ കണക്ക് മുഴുവൻ നമ്മൾ വീട്ടിൽ പറയണ്ട, അതിൽ നിന്ന് കുറച്ച് പൈസ കുറച്ച് പറയുക, എന്നിട്ട് ആ കുറച്ച് പറയുന്ന എമൗണ്ട് നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്യുക. അയാൾ ആ വീഡിയോയിൽ പറഞ്ഞത് നമുക്ക് നാളെ ഒരു ജോലി ഇല്ലാതാവുന്ന ഘട്ടത്തിലോ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി സേവ് ചെയ്യണമെന്നാണ്. പക്ഷേ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ മുഴുവൻ എന്താണെന്നറിയോ, ഞാൻ എൻ്റെ ഉമ്മയോട് എല്ലാ കാര്യങ്ങളും പറയും, എനിക്ക് നുണ പറയാതിരിക്കാൻ പറ്റില്ല, എൻ്റെ പൈസ മുഴുവൻ എനിക്ക് വീട്ടുകാരെ അറിയിച്ച് വീട്ടിൽ ഞാൻ നുണ പറയില്ല, എല്ലാ കണക്കും കാര്യങ്ങളും പൈസയും ഞാൻ വീട്ടുകാർക്ക് കൊടുക്കും, അതാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഈ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നതുകൊണ്ട്, മതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. നമ്മുടെ കാര്യം പോലും നോക്കാതെ, നമ്മുടെ ആരോഗ്യവും സാമ്പത്തിക സ്ഥിതിയും ഒന്നും നോക്കാതെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, കൊടുക്കുക, പിന്നെ നാട്ടുകാർക്ക് ദാനം ചെയ്യുക, ഇതൊക്കെ ഭയങ്കര പരിപാടിയായിട്ടൊക്കെ പറയും. പ്രത്യേകിച്ച് ആമ്പിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരിങ്ങനെ അങ്ങ് പുകഴ്ത്തും, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ, അവനാണ് ഈ വീടും കുടുംബമൊക്കെ നന്നായി കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി ഈ പറയുന്ന ആണില്ലേ, അവനൊന്നും കൊടുത്തില്ല എന്ന് നോക്ക്, അടുത്ത ദിവസം അവൻ തട്ടിപ്പോയെന്ന് വിചാരിക്കും. ആ കുടുംബം ചിലപ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ബെറ്ററായി ജീവിച്ചു എന്ന് വരും. ആ കുടുംബത്തിലെ ബാക്കി എല്ലാവരും അധ്വാനിച്ച് ആ കുടുംബം നന്നായിട്ട് പോകും. പക്ഷേ ഒരുത്തൻ പണിയെടുക്കാനുണ്ടെങ്കിൽ, ഒരുത്തൻ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ അവൻ്റെ ഉത്തരവാദിത്വമായിട്ട് അങ്ങ് ലേബൽ ചെയ്യും. അതിൻ്റെ പേരിൽ അവന് കുറച്ച് പെർക്സ്, അതായത് കുറച്ച് അഭിനന്ദനം കൊടുക്കും, സന്തോഷം കൊടുക്കും. ഇനി അവനത് ഏതെങ്കിലും കാലത്ത് നിർത്തിക്കഴിഞ്ഞാണ്ടല്ലോ, ആ ചെക്കൻ ഭയങ്കര സെൽഫിഷാണെന്നേ, അവൻ കുടുംബത്തോടൊരു സ്നേഹമില്ലാതെ അവൻ ഇങ്ങനെ തോന്നിയ പാട് ജീവിക്കുക. എന്ത് തോന്നിയ പാട് ജീവിക്കുന്നു? അവൻ പണിയെടുക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, കുറച്ച് പൈസ അവന് വേണ്ടി സേവ് ചെയ്യുന്നു, അവൻ്റെ ജീവിതം അവൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു. വേറെ സാധനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരുമിച്ചൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ കൂട്ടത്തിലെ ആൺകുട്ടി, ചിലപ്പോൾ കൂട്ടത്തിൽ ആരാണോ കൂടുതൽ ഏൺ ചെയ്യുന്നതെന്ന് തോന്നിപ്പിക്കുന്നത് അയാളാണ് ഈ ബില്ല് കൊടുക്കുക. അത് സോഷ്യലി കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഞാനതൊക്കെ അൺലേൺ ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. ഞാൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഒരു മീറ്റിംഗ്, ഒരു കഫേയിലൊക്കെ ആയിരിക്കും നമ്മളിരിക്കുന്നു, ചായ കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അത് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ പോയി ഞാൻ കൊടുക്കാം. കാര്യം ഞാൻ കണ്ടിട്ടുള്ളത് മുഴുവൻ അതാ, ആണുങ്ങളാണ് ബില്ല് കൊടുക്കുന്നത്. ഇപ്പോഴും ചില റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത് ഈ ആണുങ്ങളുടെ അടുത്ത് വന്നാണ് ഓർഡർ എടുക്കുക. അതായത് എൻ്റെ കൂടെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്നേക്കാൾ ഏൺ ചെയ്യുന്ന ഒരു സ്ത്രീ ഇരിപ്പുണ്ടാവും. പക്ഷേ ഈ വെയിറ്റർ വന്നിട്ട് സാർ എന്താണ് വേണ്ടത് ഇപ്പുറത്ത് ചോദിക്കില്ല. ഈ മെനു ആദ്യം എൻ്റെ കയ്യിലായിരിക്കും കൊണ്ടുതരിക, ഞാൻ മെനു അപ്പുറത്ത് കൊടുക്കും. പക്ഷേ ഓർഡർ എടുക്കാൻ വരുമ്പോഴും ബില്ല് തരാൻ വരുമ്പോഴും ഒക്കെ എൻ്റെ അടുത്താണ് വരിക. ഇതാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നൊരു സംഭവം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഞാൻ നല്ല സ്ത്രീ സൗഹൃദങ്ങളിലൂടെ കടന്നു പോയിട്ട് അവരും പറഞ്ഞിട്ടുണ്ട്, എടാ ഒരാൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പൈസ അയാൾ തന്നെ കൊടുക്കുക, ബില്ല് നിൻ്റെ കയ്യിലാണ് കൊണ്ടു തന്നെങ്കിൽ നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം, ഇനി നിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ കൊടുത്തോളാം. പക്ഷേ എന്താ പറയുക, ഇത് ഈ സോഷ്യലി കൺസ്ട്രക്ട് ചെയ്ത് നമ്മുടെ തന്നെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. മറ്റേ കുടുംബസ്നേഹത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ്, ചെലവുകൾ വഹിക്കേണ്ടത് ആൺകുട്ടിയാണ്, അതിനവന് പറ്റുന്നില്ലെങ്കിൽ, അതിനവൻ വിമുഖത കാണിക്കുകയാണെങ്കിൽ അവൻ ശരിയല്ല, അവൻ തോന്നിയ പോലെ ജീവിക്കുന്നു, അവൻ ഗതി കിട്ടാതെ ജീവിക്കുകയാണ് എന്നൊക്കെ പറയുന്ന പോലെ അടിച്ചേൽപ്പിച്ച് കളയും. ഇനിയത്തെ പ്രശ്നം, ഇത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ ജനറലൈസേഷൻ കാരണം ആൺകുട്ടികൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ നമ്മളൊരു തിയേറ്ററിൽ പോയി, ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്, തിയേറ്ററിൽ പോയി ഞാനിങ്ങനെ ഇരിക്കുന്ന ഒരു പുരുഷനാണല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സൈഡിൽ വന്നിരിക്കുന്ന ഒരു ഫാമിലി ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടുകാരുടെ ഒരു ഗ്യാങ് ആയിരിക്കും. അപ്പോൾ എൻ്റെ സീറ്റിൻ്റെ അടുത്ത് ചിലപ്പോൾ ആദ്യം ഇരിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കും. മിക്കവാറും കേസുകളിൽ ഈ പെൺകുട്ടിയും കൂടെ ഇരിക്കുന്ന ആൾക്കാരും തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ഈ പെൺകുട്ടി മാറിയിരിക്കും, എന്നിട്ട് ഇപ്പുറത്തൊരു ആൺകുട്ടി വന്നിരിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ സോഷ്യൽ മീഡിയയിൽ വേറെ കുറേ പോസ്റ്റുകൾ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം, ഒന്ന്, ആ പെൺകുട്ടിക്ക് എനിക്ക് ഒരു പുരുഷനോടൊപ്പം പുരുഷൻ്റെ അടുത്തിരിക്കുന്നതിൽ അസ്വസ്ഥതയുണ്ടെന്നാണെങ്കിൽ തീർച്ചയായും അവർക്ക് മാറിയിരിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് വേറെ
സീറ്റും ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു പക്ഷേ ആ പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് ഈ കൂടെ ഇരിക്കുന്ന പുരുഷന്മാർ സ്ത്രീകളോട് കാണിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിയുന്നതാണ്. അവരെ അസ്വസ്ഥരാക്കുന്ന, അവരുടെ പ്രൈവസിക്ക് ഒരു പ്രാധാന്യം കൊടുക്കാതെ അങ്ങനെ ഡീൽ ചെയ്യുന്ന, വെച്ചാൽ റെസ്പെക്റ്റ് കൊടുക്കാതെ ഡീൽ ചെയ്യുന്ന ഒരുപാട് പുരുഷന്മാരുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള കുറേ ധാരണകളുടെ ഭാഗമായിട്ടായിരിക്കും ആ പെൺകുട്ടി മാറിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയുമല്ലോ, നോട്ട് ഓൾ മെൻ എന്ന് നമ്മൾ പറയും. ഒരു പീഡന കേസൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ പുരുഷന്മാരും ഇങ്ങനെയല്ല എന്ന് നമ്മൾ പറയും. പക്ഷേ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷവും ഇത്തരം കേസുകളിലെ പ്രതികൾ പുരുഷന്മാരാണ്. എന്ന് വെച്ചാൽ എല്ലാ പുരുഷന്മാരും സമൂഹത്തിലെ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷേ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേസുകളിൽ ബഹുഭൂരിപക്ഷവും ചെയ്യുന്നുണ്ടാക്കുന്നത് പുരുഷന്മാരാണ്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു പെൺകുട്ടി എന്ന നിലയിൽ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ ഇടയുള്ളത് ഒരു പുരുഷനിൽ നിന്നാണ് എന്നുള്ള തോന്നലിൻ്റെ പുറത്തായിരിക്കും ഈ പെൺകുട്ടി മാറിയിരിക്കുന്നുണ്ടാവുക. മാത്രമല്ല, ഒരു പുരുഷനെ കണ്ട ഉടനെ ഒന്നും അറിയാൻ പറ്റില്ലല്ലോ ഇയാൾ എങ്ങനെയാണ്, എങ്ങനത്തെ ആളാണോ എന്നൊക്കെ ഉള്ളത്. പല സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് നോക്കുമ്പോൾ എന്ത് മാന്യനെന്ന് തോന്നിപ്പിക്കുന്ന ആളുകളാണ് ഓരോ വൃത്തികേടുകളും കാണിച്ചു കൂട്ടുന്നത്. അതും നല്ല പീക്ക് വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ മുന്നിലുള്ളൊരു ചോയ്സ് മാറിയിരിക്കുക എന്നുള്ളതായിരിക്കും. പക്ഷെ ഇത് എന്നെ എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു ജനറലൈസേഷൻ നടക്കുമ്പോൾ ഞാൻ നല്ല ആളാണ്, ഞാൻ ഈ സൊസൈറ്റിയിൽ നന്നായി ഫിറ്റിനാവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പുരുഷനാണ്. പക്ഷേ എൻ്റെ അടുത്തുനിന്നൊരു സ്ത്രീ എണീറ്റ് മാറുമ്പോൾ ഞാനൊരു കൊള്ളില്ലാത്ത ആളായി വിലയിരുത്തപ്പെടുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു തോന്നൽ എനിക്കുണ്ടാവും. ഇത് ആക്ച്വലി നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്. ആ കുട്ടി എണീറ്റ് മാറിയത് അത് ഇതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ സ്ത്രീ മാറിയത് ഇന്ന കാര്യം കൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ച് നമുക്കതിനെ വിടാം. പക്ഷേ എവിടെയോ ഇതങ്ങോട്ട് കൊള്ളും. കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പണ്ടൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഈ വിൻഡോ സീറ്റിലിരിക്കാനാണല്ലോ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാകും. പക്ഷേ വിൻഡോ സീറ്റിലിരിക്കുന്നത് ചേട്ടന്മാരായിരിക്കും. ഞങ്ങൾ അവരുടെ മടിയിലിരിക്കുകയോ അല്ലെങ്കിൽ അവർ നമുക്ക് ചെറിയ സ്ഥലം ഉണ്ടാക്കി തരുമ്പോൾ ആ ഗ്യാപ്പിലിരുന്ന് കാഴ്ചകൾ കണ്ട് പണ്ട് യാത്ര ചെയ്തൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ ഇന്ന് ഒരു ട്രെയിനിൽ അല്ലെങ്കിൽ ഒരു പൊതു യാത്രാ സംവിധാനത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളെ മറ്റൊരാളുടെ മടിയിലിരിക്കാൻ വിടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ അടുത്തിരിക്കാൻ വിടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത്രയധികം ക്രൈമുകൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. കുട്ടികൾ ഒട്ടും സുരക്ഷിതരല്ലാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ അച്ഛനമ്മമാരുടെ മേൽനോട്ടം എപ്പോഴും ഉണ്ടാവണം. പല കാര്യങ്ങളിലും അച്ഛനമ്മമാർ റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ആ റെസ്ട്രിക്ഷൻ കൊണ്ട് ഒരു പുരുഷൻ ഇതിനെ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ എന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലേ? നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റു പല ആളുകളും ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇമേജിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്, ഞാൻ ആരോടും മോശമായിട്ട് പെരുമാറിയിട്ടില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. എൻ്റെ അടുത്തൊരു സ്ത്രീ വന്നിരുന്നാൽ അവർക്ക് അൺകംഫർട്ടബിൾ ആകാതിരിക്കാൻ വേണ്ടി ഞാൻ വേണേൽ കുറച്ച് മാറിയിരിക്കുന്ന ആളാണ്. ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ഏറ്റവും സേഫ് ആയിട്ടിരിക്കുന്നത് എൻ്റെ അടുത്തായിരിക്കണം എന്ന് ഉറപ്പ് വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്നിട്ടും എനിക്കിതാണല്ലോ കിട്ടുന്നത്. അത് ഈ പറയുന്ന ഒരു ജനറലൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു പുരുഷൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരു മാനസിക വ്യഥയാണ്. പക്ഷേ സാഡ്ലി ബ്രോ, നമ്മളത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം കുട്ടികളുടെ സേഫ്റ്റി, സ്ത്രീകളുടെ സേഫ്റ്റി, ഇതൊക്കെ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരൊരുപാട് പ്രിക്വേഷൻസ് എടുക്കണം. ഇപ്പോൾ എൻ്റെ അടുത്തൊരു കുഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് അതിൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര പാനിക്കാവുന്നു, എന്നെ മറ്റൊരു രീതിയിൽ നോക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ടെങ്കിലും നാളെ എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിൻ്റെ പ്രൊട്ടക്ഷൻ ഞാൻ ഉറപ്പ് വരുത്തുമ്പോൾ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് എൻ്റെ കുഞ്ഞിനെ ഞാൻ വിടില്ല, ഇരിക്കാൻ സമ്മതിക്കില്ല. അയാളെ എൻ്റെ കുഞ്ഞിനെ ഡീൽ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. അതെൻ്റെ കുഞ്ഞിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കാനാണെന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ വരണം. പക്ഷേ ആ തിരിച്ചറിവിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് പെയിൻഫുൾ. ശബ്ദം മാറുന്നത്, അതിൻ്റെ പേരിൽ ആൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു പെയിൻ എന്ന് പറയുന്നത് അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ശബ്ദം മാറി തുടങ്ങുന്ന സമയത്ത്, ഞാൻ സ്കൂളിൽ പ്രയർ സോങ്ങിൽ കൂടെ നിന്ന് പാടുമായിരുന്നു. ഞാനും ദീപക്കും നിസാറാന്ന് തോന്നുന്നു, ഞങ്ങൾ 3 പേരും കൂടി നിന്നാ പാടുക. ഒരു 6ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് മാറ്റി. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ശബ്ദത്തിൽ വ്യത്യാസം വന്നു തുടങ്ങി. അവരുടെ 2 പേരുടെയും, ആൺകുട്ടികൾ പെൺകുട്ടികൾ, അങ്ങനെ ശബ്ദത്തിന് വ്യത്യാസമൊന്നും ഇല്ലാതെ ഒരു പ്രായം ഉണ്ടാവുമല്ലോ. പാടുമ്പോൾ പെൺകുട്ടികൾ പാടുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുകയും ചെയ്യും. കാര്യം ശബ്ദത്തിൽ ആ ബേസ് എലമെൻ്റ് ഇല്ല. എനിക്കാണെങ്കിൽ ഇവന്മാർക്ക് 2 പേർക്കും വരുന്നതിന് കുറച്ച് മുമ്പ് എനിക്ക് വന്നു. അപ്പോൾ എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് മാറ്റി. അതെനിക്ക് നല്ല വിഷമമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടായ വിഷമം എന്താ അറിയോ? നമ്മുടെ ശബ്ദം മാറി തുടങ്ങി, പക്ഷേ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ബേസ് വോയിസ് വന്നിട്ടും നമുക്ക് ആ ഒരു ബേസ് വോയിസ് വന്നിട്ടില്ല. ഒരാണാണെന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി കട്ടിയിൽ സംസാരിക്കേണ്ടതെന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അതില്ലെങ്കിൽ കളിയാക്കലാണ്. നിങ്ങൾ ഇപ്പോഴും സിനിമയിൽ നോക്കിക്കോ, ഒരാൾ അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട്, പുള്ളി ഇങ്ങനെ വന്നിട്ട് ആദ്യം ചിലപ്പോൾ ഇയാളുടെ രൂപം കാണുമ്പോൾ ആളുകളൊക്കെ പേടിക്കുന്ന പോലത്തെ ഒരു സീനായിരിക്കും. പക്ഷേ പുള്ളി വന്നിട്ട് തീപ്പെട്ടി ഉണ്ടോ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ചിരിയായിരിക്കും. അത് ഭയങ്കര കോമഡി ആയിട്ടാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശബ്ദം മാറിയിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ടാവും. പക്ഷേ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ശബ്ദം വേണം, അല്ലെങ്കിൽ ഞങ്ങൾ കളിയാക്കും. ഇതെവിടുത്തെ ന്യായമാണ്? ഈ സോ കോൾഡ് പുരുഷ വോയിസ് എന്ന് പറയുന്നത് കുറേ ആളുകൾക്ക് ചിലപ്പോൾ അറ്റൈൻ ചെയ്യാൻ ഒരുപാട് സമയം എടുത്തുനിന്ന് വരും. അത് വന്നില്ല എന്ന് തന്നെ വരും. ചില ആളുകൾക്ക് ഭയങ്കര ബേസ് വോയിസ് ആയിരിക്കും. ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ നോക്കുമ്പോൾ RJ സജു ഉണ്ട്, RJ രമേഷ് ഉണ്ട്, ഇവരെല്ലാം ഭയങ്കര ബേസ് ഉള്ള ആൾക്കാരാണ്. അതായത് ചുമ്മാ അവരുടെ സൗണ്ട് നമ്മളൊരു വലിയ സ്പീക്കറിൽ അവർ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുലുക്കം ഫീൽ ചെയ്യും.
എൻ്റെ ശബ്ദത്തിന് അതില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് അതുപോലെ ശബ്ദം വരണമെങ്കിൽ എന്ത് ചെയ്യാം എന്ന് ചോദിച്ചപ്പോൾ ചില ഉപദേശങ്ങൾ, തെറ്റായിട്ടുള്ള കുറേ ഉപദേശങ്ങൾ നമുക്ക് കിട്ടും. മമ്മൂക്കയ്ക്ക് വരെ കിട്ടിയിട്ടുണ്ട്. പിന്നെയാണ് എനിക്ക് ഈ സിഗരറ്റ് വലിച്ചാൽ ശബ്ദത്തിന് ബേസ് കൂടും എന്ന് പറയുന്നൊരു ഉപദേശം. ഞാൻ എന്തായാലും ആ ഉപദേശം കൈക്കൊണ്ടിട്ടില്ല. കാരണം ശബ്ദത്തിന് ഗാംഭീര്യം വരാൻ വേണ്ടിയിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന മമ്മൂക്ക തന്നെ അത് ഉപേക്ഷിച്ചിട്ടുള്ള. പിന്നെ ഞാൻ എന്തിനാണ് വലിക്കുന്നത്? മാത്രമല്ല എന്നെ ഉപദേശിക്കാൻ കുറച്ച് വിവരമുള്ള ആൾക്കാരുണ്ടായിരുന്നു. നീ ആവശ്യമില്ലാത്ത ശീലമൊന്നും തുടങ്ങി വെക്കരുത് എന്ന് എന്നോട് പറഞ്ഞു. മാത്രമല്ല ശബ്ദത്തിൽ ബേസ് ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല ശബ്ദത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കേൾക്കുന്ന ആൾക്ക് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റണം. കേൾക്കുന്ന ആൾക്ക് ഇത് എന്നോടാണ് പറയുന്നത് എന്നൊരു തോന്നലുണ്ടാവണം. അതിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ശബ്ദം കേൾക്കുമ്പോൾ മുഴുമുഴാന്നിരുന്നിട്ട് നമ്മൾ വായി തോന്നിയ വൃത്തികേടുകളൊക്കെയാണ് വിളിച്ച് പറയുന്നതെങ്കിൽ എന്ത് കാര്യമാണുള്ളത്? നിങ്ങൾ പറയുന്നതിലാണ് കാര്യമുള്ളത്, ശബ്ദത്തിലല്ല. അത് പറഞ്ഞു തരുന്ന കുറച്ച് വിവരമുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ശബ്ദം മാറിയിട്ടില്ലാത്ത, അതായത് സോ കോൾഡ് പുരുഷത്വ ബേസ് വോയിസിലേക്ക് വന്നിട്ടില്ലാത്ത ആമ്പിള്ളേരൊക്കെ ഇന്നും നമ്മുടെ നാട്ടിൽ കളിയാക്കൽ നേരിടുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് യൂത്ത് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടപ്പോഴാണ് ക്ലാസ്സിലെ അധ്യാപകൻ, പിള്ളേരൊക്കെ പേടിച്ചിരിക്കുക, പക്ഷേ പുള്ളി വന്നിട്ട് സ്ത്രൈണ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. പിള്ളേരെല്ലാവരും ചിരിക്കുന്നു. ആ കോമഡി ഇന്നും കോമഡിയാക്കി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടികൾ നേരിടുന്ന ഒരു 25-28 കഴിയുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെ പുരുഷന്മാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. അത് ആക്ച്വലി ഈ പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കും എന്ന് പറയുന്നൊരു പഴഞ്ചൊല്ലില്ലേ, ഏതാണ്ട് അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് നമ്മുടെ ഒരു വളരെ യങ് ഏജിൽ, ഉദാഹരണത്തിന് നമ്മളൊരു 5ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ സ്കൂളിലുള്ള സാറുമാർ, അവരിൽ പല ആളുകൾക്കും പല ഹെയർ കണ്ടീഷനൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ കഷണ്ടിയുള്ള ആളുകളെ നമ്മൾ ആ സമയം തൊട്ട് കളിയാക്കും. ഞങ്ങളുടെ സ്കൂളിലും കഷണ്ടിയുള്ള സാറുമാരുണ്ടായിരുന്നു. നമ്മൾ കഷണ്ടിയുടെ അളവ് വെച്ചിട്ട് വരെ പല രീതിയിൽ പല ആളുകളെയും കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ കളിയാക്കി അത് കുട്ടികളുടെ മാത്രം പ്രശ്നമല്ല, നമ്മളെ ഈ പറയുന്ന കോമഡിയും കാര്യങ്ങളും ഒക്കെ കണ്ട് സിനിമകൾ കണ്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെ കഷണ്ടിയെ കളിയാക്കി നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഫീലുണ്ട്, ഈ കഷണ്ടിക്ക് എന്തോ കുറവാണ്, കഷണ്ടി വന്നു കഴിഞ്ഞാൽ പോയി എന്ന് പറയുന്നൊരു കാര്യം. അങ്ങനെ നമ്മളൊന്ന് പ്രായമൊക്കെ ആയി ഒരു 25-28 വയസ്സാകുമ്പോൾ നമുക്കിവിടെ റാ ഷേപ്പിലും എൽ ഷേപ്പിലും പല ഭാഗങ്ങളിൽ നിന്ന് ഈ മുടി ഇങ്ങനെ കുറഞ്ഞു വരും. അതിൻ്റെ ഭാഗമായി നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രഷറുണ്ട്. ഇതിൻ്റെ കൂടെയാണ് നാട്ടുകാർ ചോദിച്ചു തുടങ്ങുക, ആഹാ എന്തായി കഷണ്ടിയൊക്കെ വന്നു തുടങ്ങിയല്ലോ, മുടിയൊക്കെ അങ്ങ് കുറഞ്ഞു പോവാണല്ലോ, ഉള്ളില്ലേ ഒട്ടും, ഈ എണ്ണ തേച്ച് നോക്കിയാൽ മതി, മുടിയൊക്കെ ഇങ്ങനെ തഴച്ച് വളരും, നീ ഇനിയിപ്പോൾ മുട്ടയടിച്ച് സ്ഥിരമായിട്ട് അങ്ങനെ നടക്കുന്നതാണ് നല്ലത്, കാരണം നിനക്ക് കഷണ്ടിയൊക്കെ വന്ന് ഭയങ്കര പ്രായക്കൂടുതലൊക്കെ ഫീൽ ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചോദ്യങ്ങൾ. ഇതിൻ്റെ കൂടെ ഈ നര ഒരു വലിയ ചോദ്യമായിട്ട് വരും. നമ്മൾ പലപ്പോഴും ഈ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ആൺകുട്ടികളെ സംബന്ധിച്ച് പൊതുവേ നമ്മൾ പറയും പെൺകുട്ടികൾക്ക് നീളമുള്ള മുടി എന്ന് പറയുന്ന പോലെ ആ ഒരു കാര്യമുള്ളതുപോലെ ആൺകുട്ടികൾക്കും ഈ ഇടതൂർന്ന് നിൽക്കുന്ന ഭയങ്കര നിബിഡ വനം എന്നൊക്കെ പറയുന്നത് പോലെ സ്ട്രോങ് ആയിട്ട് അത്രയും മുടി വേണം. ഈ മുടി കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ ഉപദേശിക്കാൻ തുടങ്ങും, പിന്നെ കളിയാക്കാൻ തുടങ്ങും. ഇതൊന്നും പോരാഞ്ഞ് കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തന്നെ കാര്യം നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണല്ലോ ഈ കഷണ്ടി വന്നു കഴിഞ്ഞാൽ എന്തോ കുറവാണെന്നുള്ളത്. മാത്രമല്ല ഈ കഷണ്ടി ഉള്ള സമയത്ത് ഈ സാധാരണയുള്ള, അതായത് മുടി ഉള്ളപ്പോൾ ഫീൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കും എന്ന് പറയുന്നൊരു ചിന്തയും കൂടി നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ട് കഷണ്ടി വന്നു തുടങ്ങുമ്പോൾ ഒരു ആൺകുട്ടി അനുഭവിക്കുന്ന മാനസിക പ്രയാസം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. ചിലപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമായി കാണാത്ത ആളുകളൊക്കെ ഉണ്ടാകും. കഷണ്ടി വരട്ടെ, ഞാനും ഒരു പ്രായത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ട് കഷണ്ടി വരണം, എന്നാലേ നമുക്കൊരു പക്വതയുണ്ട് എന്നുള്ളത് ആളുകൾ ഫീൽ ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെ കരുതുന്ന ആളുകളുണ്ടാകും. പക്ഷേ നമ്മുടെ സൊസൈറ്റി മൊത്തത്തിൽ ഈ കഷണ്ടിയുള്ള ആളുകളെ ഡീൽ ചെയ്യുന്ന ഒരു രീതിയും കഷണ്ടിയുള്ള ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നവും അത് ഒരു മെജോറിറ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ്. പിന്നെ ആശ്വസിക്കാൻ വേണ്ടി നമുക്ക് പറയാം, ഈ നെറ്റ് കയറുന്നതനുസരിച്ച് ബുദ്ധി കൂടി വരുന്നതാണ്. ആ ഒരു രീതിയിലൊക്കെ ഞാനും ഇടയ്ക്ക് ആശ്വസിക്കാറുണ്ട്. അടുത്ത പ്രശ്നം, ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുള്ളതാണ്. പണ്ടെന്ന് പറയുമ്പോൾ ഞാനൊരു +2 ഒക്കെ പഠിക്കുന്ന ആ സമയം വരെയും എൻ്റെ വയർ ശരിക്കും ഉള്ളിലോട്ട് കയറിയിട്ടാണ്. അതായത് ഞാനൊരു ഷർട്ട് ഇട്ടാൽ ഫിറ്റായിട്ടിരിക്കും, ഷർട്ട് അഴിച്ചു കഴിഞ്ഞാൽ വയറിങ്ങനെ ഉള്ളിലോട്ട് കയറിയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ വലിയ ആഗ്രഹമാണ് എനിക്ക് കുടവയർ വരണമെന്ന്. കാരണം ആ സമയത്തൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് കുടവയറുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത്യാവശ്യം ലൈഫിൽ സെറ്റിലായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ പോയി വരുന്ന ആൾ, അവൻ നല്ല നിലയിലായി, വയറൊക്കെ വെച്ച് തുടങ്ങി എന്ന് പറയുന്ന ഒരു രീതിയിൽ. കാര്യം നാട്ടിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഈ കുടവയറില്ല. അപ്പോൾ ഞാനും ആഗ്രഹിച്ചു കുടവയർ വരണമെന്നൊക്കെ. ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പയ്യെ ഈ കുടവയർ എന്ന് പറയുന്ന സാധനം വരാൻ തുടങ്ങി. ആദ്യം എനിക്ക് അഭിമാനമാണ് തോന്നിയതെങ്കിലും പിന്നീട് നമ്മുടെ കൂട്ടുകാർ പയ്യെ കളിയാക്കി തുടങ്ങി. അത് കഴിഞ്ഞ് വർക്ക് സ്പേസിലേക്ക് ആ കളിയാക്കൽ നീണ്ടു. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ട സമയത്തും ജിമ്മിലൊക്കെ പോകാൻ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ ഇപ്പം അത് വേദനിപ്പിക്കാത്തൊരവസ്ഥയിലാണ് ഞാൻ അതിനെ നോക്കി കാണുന്നെങ്കിലും കുടവയറ് കാരണം ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാർ നേരിടേണ്ടി വരുന്ന ഒരു കളിയാക്കൽ എന്ന് പറയുന്നത് അതിഭീകരമാണ്. പ്രത്യേകിച്ച് നമ്മൾ സിനിമയിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഒരു സിനിമ കണ്ടപ്പോൾ ശുക്രൻ സിനിമ കണ്ട സമയത്ത് പൊറോട്ട അടിക്കുന്ന ഒരാളാണ്, അയാൾക്ക് വയറുണ്ട്. അപ്പോൾ ഈ വയറുള്ള ആളെ നോക്കി
കളിയാക്കിയിട്ട് കടയിലേക്ക് കയറി വരുന്ന ആൾ പറയുന്നത് ഇന്ന് ഒരുപാട് പൊറോട്ട അടിക്കാനുണ്ടോ, കാരണം ഒരുപാട് കുഴച്ച് വെച്ചിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ വയറിനെ കളിയാക്കുന്നത്. ഇതൊരു ശരീരഭാഗമല്ലേ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ നമ്മുടെ മൂവ്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ ഫാറ്റ് സ്റ്റോർ ചെയ്തെന്ന് വരും, ചിലപ്പോൾ ചില ആളുകളുടെ ശരീരപ്രകൃതി അങ്ങനെയാണ്, വേറെ ചില ആളുകൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ കൊണ്ടൊക്കെ വരാം. എൻ്റെ ക്ലാസ്സിൽ ജിജോ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, ഞങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അവൻ എന്തോ മരുന്ന് റിലേറ്റഡ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്, അവൻ നല്ല തടി ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും അവനെ തടിയാന്നാണ് വിളിക്കുന്നത്. അവനെ ജിജോ എന്നുള്ളവൻ്റെ പേരിലേക്ക് പല ആളുകളും വരില്ലായിരുന്നു. പിന്നീട് അവൻ ആ തടിയൊക്കെ കൺട്രോൾ ചെയ്തു. ഈ മെഡിസിൻ്റെ ഒരു എഫക്റ്റ് കുറേ കാലം അവന് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു 10ാം ക്ലാസ് വരെ ഒരുമിച്ചാണ് പഠിച്ചത്. ആ സമയത്തൊക്കെ ഇവൻ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കളിയാക്കലും അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കുടവയറുള്ളവർ അത് അഭിമാനമായി കൊണ്ട് നടക്കണം എന്നോ വർക്കൗട്ട് ചെയ്യേണ്ട എന്നൊന്നുമല്ല. പല കാരണങ്ങൾ കൊണ്ട് വരാമല്ലോ, പക്ഷേ ഈ കാരണങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് കളിയാക്കാനാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. വളരെ എളുപ്പത്തിൽ നമുക്ക് തമാശ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഒരാളുടെ നിറത്തിനെ കളിയാക്കുക, രൂപത്തിനെ കളിയാക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കുടവയറുള്ള ഒരാളെ കളിയാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നീ ഇപ്പോൾ ഓട്ട മത്സരത്തിനൊക്കെ പോയാൽ ഫസ്റ്റ് അടിക്കുമല്ലോ, കാര്യം നീ ഓടി എത്തുന്നതിന് മുമ്പ് നിൻ്റെ വയറ് വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കളിയാക്കലുകൾ ഞാനും കേട്ടിട്ടുണ്ട്. ഇനി അടുത്തൊരു സാധനമുണ്ട്, ഇത് ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. മീശ മുളയ്ക്കാത്തതൊരു പ്രശ്നം, ഇനി മുളച്ചാൽ അതിന് കട്ടിയില്ലാത്തതൊരു പ്രശ്നം, ഇനി കട്ടി വന്നു കഴിഞ്ഞാലും ഒരു ഷേപ്പിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം. ആൺപിള്ളേർ ഒരു പ്രായത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ മീശയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 9-10 ആകുമ്പോഴേക്കും നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകൾക്കും പയ്യെ ഈ 2 സൈഡിലായിട്ട് മീശ വന്നു തുടങ്ങും. ചിലർക്ക് താടി വന്നു തുടങ്ങും. +2 ഒക്കെ ആകുമ്പോഴേക്കും നല്ലോണം താടി വന്നിട്ട് എൻ്റെ കൂടെ പഠിച്ച വിനീത്, അവന് താടി കുറച്ച് നേരത്തെ വന്നു. കൂടെയുള്ള പല ആളുകൾക്കും അത്യാവശ്യം കട്ടിയിൽ മീശ വന്നു തുടങ്ങുകയും ചെയ്തു. എനിക്കാണെങ്കിൽ ഈ 2 സാധനവും വരുന്നില്ല, താടിയും ഇല്ല മീശയില്ല, ഒരു തരത്തിലും ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ കാത്തിരുന്ന് +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഒറ്റ രോമം, ഒരേ ഒരു രോമം സ്പ്രിങ് പോലെ ഇങ്ങനെ ഒരു കാര്യമില്ലാതെ വളർന്ന് വലുതായി, എന്ന് വെച്ചാൽ നല്ല നീളത്തിൽ വന്നിട്ടുണ്ട്, ബാക്കി എവിടെയും രോമമില്ല. അത് കഴിഞ്ഞ് ഈ നേരത്തെ മീശയും താടിയും വന്നു തുടങ്ങിയ ആൾക്കാരില്ലേ, അവർ പതുക്കെ ഈ ഫേസ്ബുക്കിൽ നിന്ന് നമ്മൾ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് കട്ടി മീശയും താടിയും അതൊക്കെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ ഇടാൻ തുടങ്ങി. തരം കിട്ടുമ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളും പണ്ട് കൂടെ പഠിച്ചിരുന്ന ആളുകളൊക്കെ നമ്മളെ കളിയാക്കുന്നുണ്ട്, കാര്യം നമുക്ക് ഈ സാധനം വരുന്നില്ല. എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എടാ നീ എപ്പോഴും ക്ലീൻ ഷേവ് അടിച്ച് നടക്കുന്നതാണ് നല്ലത്, കാരണം ഇത് താടിയല്ല, ഒരു പൂട പോലെയാണ്, അതിനൊരു ഭംഗിയില്ല, അതുകൊണ്ട് എപ്പോഴും ഇത് ക്ലീൻ ഷേവ് അടിച്ച് നടക്കണമെന്നുള്ളത്. അതുപോലെ ഈ മീശ ഉണ്ടല്ലോ, ഇത് താഴോട്ട് ഇങ്ങനെ വളർന്നിട്ട് ഇവിടെ മുട്ടണം അത്ര, അങ്ങനെ മുട്ടി വരുമ്പോഴാണ് അതിനൊരു ഭംഗിയുള്ളത്. ഏറ്റവും വലിയൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ നമ്മൾ താടി മീശയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ടൊരു കടയിൽ ചെന്നിരിക്കുമല്ലോ, ആ കടയിലുള്ള ആൾ പറയും, മോനെ ഇതിൻ്റെ നീളം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ ആക്കും. ഇതിൻ്റെ അകത്തൊരു യാഥാർത്ഥ്യത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്, അത് ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഇത് ഓരോരുത്തരുടെ ഹോർമോണൽ ഘടകങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് താടി മീശ എപ്പോൾ വരുമെന്നുള്ളതും ഏത് ക്വാണ്ടിറ്റിയിൽ വരുമെന്നുള്ളതും. ചിലപ്പോൾ താടി മീശയൊക്കെ ഒന്ന് കട്ടിക്ക് വന്നു തുടങ്ങുമ്പോഴേക്കും മുടി കൊഴിഞ്ഞ് തീർന്നിട്ടുണ്ടാവും. ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്, നമ്മൾ താമസിക്കുന്ന സ്ഥലം, അവിടുത്തെ വെള്ളം, പൊല്യൂഷൻ, എത്രയോ ഘടകങ്ങൾ. പക്ഷേ കളിയാക്കുന്നവർ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കില്ല. ആൺപിള്ളേർ ആസ് എൻ ആണ്, നിങ്ങളൊരാണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വേണം എന്ന് പറയുന്ന, അതിലെന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ കളിയാക്കാം, അതിലൊരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന നമ്മുടെ സൊസൈറ്റി ഒരാൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മീശയും താടിയും. ഇനി ഒരു പ്രശ്നമുണ്ട്, ഇത് ആക്ച്വലി ഒരു പേഴ്സണൽ ചോയ്സ് ആണ്, ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പെൺകുട്ടികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് സംസാരിക്കാറുണ്ട്. ആൺകുട്ടികളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മളിത് പറയേണ്ടതാണ്, അതായത് മേക്കപ്പ് ഉപയോഗിക്കുക എന്നുള്ളത്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 1-2 ആൺകുട്ടികൾ കണ്ണെഴുതിയിട്ട് വരുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ അവർ കണ്ണെഴുതി സുറുമയിട്ടിട്ട് നല്ല ലുക്കായിട്ട് വരും. അതിനെ കളിയാക്കുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ച്, എനിക്ക് വേണ്ട, പക്ഷേ ഇത് കൊള്ളാലോ എന്ന് വിചാരിക്കുന്നൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിലാണ് ഞാനുണ്ടായിരുന്നത്. ഈ കളിയാക്കുന്ന ആളുകൾ അയ്യേ പെൺകുട്ടികളെ പോലെ കണ്ണെഴുതിയിട്ട് വരുന്നു എന്ന് പറയും. പിന്നെ ഒരു പ്രായം കഴിയുമ്പോൾ ചില ആളുകൾക്ക് തോന്നും ഈ മീശയൊക്കെ ഒന്ന് കറുപ്പിക്കാം, താടി ഒന്ന് കറുപ്പിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫെയർനെസ് ക്രീം ഉപയോഗിക്കുക. ഇനി ലിപ്സ്റ്റിക്ക്, ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഷെയ്മിങ് നേരിട്ടിട്ടുള്ളൊരു ഘടകമാണ് എൻ്റെ ചുണ്ടിൻ്റെ കളർ എന്ന് പറയുന്നത്. കറുത്ത ചുണ്ടാണല്ലോ എന്ന് പറയുന്ന, അങ്ങനെ ഡയറക്റ്റ് ചോദിക്കുന്ന ആളുകളുണ്ട്. വേറെ ചില ആളുകളുണ്ട് ഇൻഡയറക്റ്റ്ലി ചോദിക്കും, നല്ല വലിയാണല്ലേ അതുകൊണ്ടാണ് ഈ കറുത്ത് വരുന്നതെന്ന്. എൻ്റെ അമ്മ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്നെ പ്രസവം എൻ്റെ പേരെടുത്തിട്ടുള്ള നേഴ്സ് ചോദിച്ചു എന്ന്, ഇവൻ വയറ്റിൽ കിടന്ന് വലിയായിരുന്നല്ലോ എന്ന്, കാരണം കട്ട ഡാർക്കായിട്ടാണ് എൻ്റെ ചുണ്ടുള്ളത്. എനിക്കതിൽ കുഴപ്പമില്ല, പക്ഷേ വേറൊരാൾക്ക് കുറച്ച് ചായം ചുണ്ടിൽ തേക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിലെന്താണ് കുഴപ്പം? പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു ആൺകുട്ടി ചെയ്ത് കഴിഞ്ഞാൽ കളിയാക്കിയിട്ടേ ഉള്ളൂ, കളിയാക്കി അവൻ്റെ അടപ്പൂരി പോകുന്നത് പോലെ അവനെ കളിയാക്കുക. ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്നറിയോ? ഇതൊരു ആൺകുട്ടിയുടെ ചോയ്സാണ്. അവന് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ ഭൂമിയിൽ അനുവദിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത്. പക്ഷേ അവനെ കളിയാക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആൺപിള്ളേരാണ്.
നമ്മൾ തന്നെ നമ്മളെ തന്നെ തളർത്തുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. പിന്നെ ഈ കളിയാക്കി പോയതുകൊണ്ട്, ഇപ്പോൾ കളിയാക്കുന്ന ഒരാൾക്ക് ഇന്ന് മേക്കപ്പിനോട് താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ നാളെ അയാൾ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ടോ ഇനി അതല്ല അയാൾക്ക് തന്നെ തോന്നുകയാണ് ഞാൻ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമല്ലേ, ഞാൻ മേക്കപ്പ് ഇട്ട് തുടങ്ങിയാലോ. പക്ഷേ അവനും തുടങ്ങാൻ പറ്റില്ല, കാര്യം ഇവൻ ഓൾറെഡി കളിയാക്കിയല്ലോ. മറ്റേ കഷണ്ടിയുടെ കാര്യം പറഞ്ഞ പോലെ കഷണ്ടി ഉള്ളവരെ നാട് മുഴുവൻ ഓടി നടന്ന് കളിയാക്കിയിട്ട് സ്വന്തം തലയിൽ കഷണ്ടി വരുമ്പോൾ പിന്നെ കുറ്റബോധവും അതിൻ്റെ കൂടെ ഈ പറയുന്ന ഇൻസെക്യൂരിറ്റി വരും. മേക്കപ്പ് ഇടുക എന്നുള്ളത് പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികളുടെയും ചോയ്സാണ്. അതിൽ കത്തി വെക്കുന്ന വേറൊരു വിഭാഗം ആളുകളുണ്ട്, അത് ടീച്ചേഴ്സാണ്. മുടി ഒരു ഇച്ചിരി നീട്ടി വളർത്തിപ്പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, എന്ന് വെച്ചാൽ ഇത്രയൊന്ന് ഇവിടെ നിന്ന് പൊടിക്കൊന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നാളെ നീ മുടി വെട്ടിയിട്ട് വന്നാൽ മതി, താൻ ആരുവാ എന്ന് നമുക്ക് ശരിക്കും ടീച്ചേഴ്സായിട്ടുള്ള ആളുകളോട് ചോദിക്കാൻ തോന്നിപ്പോകുന്നൊരു കാര്യമാണ്. അവൻ്റെ മുടിയല്ലേ, അതവൻ വളർത്തിക്കോട്ടെ, അതവൻ്റെ ചോയ്സ് അല്ലേ. ആമ്പിള്ളേർ ഇത്രേ വളർത്താൻ പാടുള്ളൂ, അതുകൊള്ളാലോ, അത് ഇവിടുത്തെ പരിപാടിയാണ്. ഈ മീശ മുളച്ചു വരുന്ന ആമ്പിള്ളേരില്ലേ, അവരോട് വടിച്ചിട്ട് വരണമെന്ന് പറയുന്ന ടീച്ചേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. മുടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ചീകി വരുന്ന ആളുകളുണ്ട്, ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പിള്ളേരുണ്ട്. അവരോട് മുഴുവൻ നിങ്ങളിതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് കൽപ്പിക്കുന്ന ചില രാജ ടീച്ചർമാരുണ്ട്. പെൺകുട്ടിക്ക് അവൾക്ക് ഇഷ്ടമുള്ള പോലെ മുടി വളർത്താനും വെട്ടാനും സ്വാതന്ത്ര്യം ഉള്ളതുപോലെ ആൺകുട്ടികൾക്കും ഉണ്ട്, ട്രാൻസ്ജെൻഡേഴ്സിനും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പുറത്ത് ഈ കടക്കൽ കത്തി വെക്കുക എന്ന് പറയുന്നത് പോലെ ഈ കത്തി വെക്കുക, അതിൻ്റെ പേരിൽ ജഡ്ജ് ചെയ്യുക. ഇവിടെ സംഭവിക്കുന്നത് ടീച്ചർ ചിലപ്പോൾ എല്ലാവരും ഒരു യൂണിഫോം രീതിയിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷേ ഒരാളുടെ ചോയ്സിന് ഇവിടെ കട്ട് ഓഫ് ചെയ്യാണ്. അയാൾ എല്ലാവരും ചെയ്യുന്നതെന്ന് വിഭിന്നമായി എന്തെങ്കിലും ചെയ്താൽ അയാളെ കളിയാക്കണം, അയാളെ ഒറ്റപ്പെടുത്തണം, മാറ്റി നിർത്തണം എന്നുള്ള മെസ്സേജ് നിങ്ങൾ പിള്ളേർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് കണ്ടും കേട്ടും വളരുന്ന പിള്ളേർ എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് മാറി ചെയ്യുന്നവരൊക്കെ കളിയാക്കാൻ പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവും. അതായത് 5ാം ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിക്ക് വേറൊരാളുടെ ഹെയർ സ്റ്റൈൽ കാണുമ്പോൾ കളിയാക്കേണ്ട യാതൊരു ആവശ്യമില്ല, അവനെ ആരും ട്രെയിൻ ചെയ്തിട്ടില്ല. അതേ സമയത്ത് മുടി വളർത്തി വരുന്ന ഒരു കുട്ടിയെ നോക്കി ഒരു ടീച്ചർ എന്തുവാടെ ഇത് ഒരു പെൺപിള്ളേരെ പോലെ അല്ലെങ്കിൽ ഒരുമാതിരി ആ പിള്ളേരെ പോലെ ഈ പിള്ളേരെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വെട്ടിയിട്ട് വന്നാൽ മതി എന്ന് പറയുമ്പോൾ ഈ 5ാം ക്ലാസ്സിൽ ഒന്നിനെയും ജഡ്ജ് ചെയ്യാതിരിക്കുന്ന ആ കുട്ടി പഠിക്കുന്നത് അത് വൃത്തികേടാണ്, അങ്ങനെ വന്നാൽ അവനെ നമുക്ക് കളിയാക്കാം, കുറ്റം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ്. അങ്ങനെ ആമ്പിള്ളേരെ വഷളാക്കി ആമ്പിള്ളേർക്കെതിരെ തന്നെ തിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പല ക്ലാസ് മുറികളിലും നടക്കുന്നുണ്ട്. ഇനിയൊരു കാര്യം, ഇത് എല്ലാ ആമ്പിള്ളേരും അതിശക്തമായി നേരിടുന്നതല്ല, പക്ഷേ നേരിടുന്നവരുണ്ട്. വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് പറയുന്നത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് മഹാപരാധം പോലെയാണ്. ലൈസൻസ് ഒക്കെ എടുക്കുന്ന ഒരു പ്രായം കഴിഞ്ഞാൽ നിനക്ക് ലൈസൻസ് ഇല്ലേ, വണ്ടി ഓടിക്കാൻ അറിയില്ലേ. ഞാൻ പറയുന്നത് എല്ലാവരും വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് നല്ലതാണെന്നാണ്. കാരണം അത്യാസന്ന നിലയിൽ ഒരു കേസ് വരുന്നു, പെട്ടെന്ന് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ജീവൻ പോലും രക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കും. അതുമാത്രമല്ല, നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ നമുക്കൊരു ഫ്രീഡമാണത്, എവിടെ വേണമെങ്കിലും വേറൊരുത്തൻ്റെ കാല് പിടിക്കാതെ പോകാൻ പറ്റും. നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ, ലൈസൻസ് ഉണ്ടെങ്കിൽ, ഓടിക്കാൻ അറിയാമെങ്കിൽ. അങ്ങനെ അതൊരാൾ പഠിച്ചിരുന്നാൽ നല്ലതാണ് എന്ന് ഞാൻ പറയും. പക്ഷേ പഠിക്കാത്തവൻ്റെ മെക്കിട്ട് കയറണം എന്ന് ഞാൻ പറയില്ല. അയാളെ കളിയാക്കാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയില്ല. പെൺകുട്ടിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ, ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നു തുടങ്ങുന്നുണ്ട്, ആരായാലും ഏത് ജെൻഡറിലാണെങ്കിലും നിങ്ങൾ വണ്ടി ഓടിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ ആൺകുട്ടിക്ക് ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ അത് അവനെ കളിയാക്കി അവനെ ലെവലാക്കാനുള്ളൊരു കാര്യമാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, സൈക്കിൾ ഓടിക്കാൻ അറിയില്ലേ നിനക്ക്. അവൻ്റെ വീട്ടിൽ ചിലപ്പോൾ സൈക്കിൾ ഉണ്ടാവില്ല, ചിലപ്പോൾ അവന് സൈക്കിൾ ഓടിക്കേണ്ട ആവശ്യകത തോന്നിയിട്ടുണ്ടാവില്ല, അതിനെന്തിനാണ് അവനെ കളിയാക്കുന്നത്. അതുപോലെ കാർ ഓടിക്കുക, നിനക്ക് കാർ ഓടിക്കാൻ അറിയില്ലേ, 4 വീലർ. അവൻ നല്ലോണം സമ്പാദിക്കുന്നുണ്ടാവും, എവിടെ പോകണമെങ്കിലും ഒരു ടാക്സി വിളിക്കാനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം അവനുണ്ടാവും, അവനതിൻ്റെ നീഡ് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ചില ആളുകൾക്ക് വാഹനം ഓടിക്കുമ്പോൾ അവർ ചിലപ്പോൾ പാനിക് ആവുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവും. പലതരം മാനസിക അവസ്ഥകളിലൂടെയല്ലേ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഫോക്കസ് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, അത് കൊടുക്കാൻ അയാൾക്ക് പറ്റുന്നുണ്ടാവില്ല. ഇറ്റ്സ് ഓക്കെ. പിന്നെ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഇപ്പോഴും ബഹുഭൂരിപക്ഷം ഡ്രൈവിംഗ് സ്കൂളുകളിലും ഗിയറുള്ള കാറൊക്കെയാണ് ഓടിക്കാൻ പഠിപ്പിക്കുന്നത്. ഗിയർ മാറ്റുക എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫോക്കസ് വേണ്ടുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ ഡ്രൈവിംഗ് ആശാൻ ശരിയല്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത എന്താ അറിയോ, ഈ ഡ്രൈവിംഗ് ആശാൻ്റെ കുഴപ്പം കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പുറത്തിരുന്നിട്ട് അത് അങ്ങോട്ട് വലിക്കുക, അതങ്ങോട്ട് ചെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവും. എന്നിട്ട് ഇവർ പറയുന്ന ന്യായീകരണം, റോഡിൽ ആരും നമ്മളോട് സ്മൂത്തായിട്ട് പെരുമാറില്ല, നമ്മളോട് ഭയങ്കര റഫായിട്ടാണ് എല്ലാവരും പെരുമാറുക. അപ്പോൾ ആശാൻ തന്നെ നമ്മളോട് അങ്ങനെ പെരുമാറിയിട്ട് റഫായിട്ടുള്ളൊരു കണ്ടീഷനിലും വണ്ടി ഓടിക്കാൻ നമ്മൾ പഠിച്ചാൽ നല്ലതല്ലേ എന്നുള്ളതാണ് ന്യായീകരണം. പക്ഷേ അൾട്ടിമേറ്റ്ലി കോൺഫിഡൻ്റായി വണ്ടി എടുക്കാൻ ഒരാൾക്കൊരു തോന്നലുണ്ടാവണമെങ്കിൽ അയാൾക്ക് ആദ്യം ഇത് മര്യാദക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. അങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി മടുത്തിട്ട് ഡ്രൈവിംഗ് പഠനം നിർത്തിയിട്ടുള്ള ഒരുപാട് ആളുകൾ എനിക്കറിയാം. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ ഒരു ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്തു, ഞാൻ ലൈസൻസും എടുത്തു, പക്ഷേ എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അപ്പോഴാണ് ഒരു ചേട്ടനെ പരിചയപ്പെട്ടു, ഉണ്ണിച്ചേട്ടൻ സൈഡിലിരുന്നിട്ട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും, ഭയങ്കര രസമാണ്. അത് ഗിയർ മാറ്റ്, ബ്രേക്ക് ഇട്ടോ, അവിടെ നിന്ന് സൈഡ് ഒതുക്കിക്കോ, ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വണ്ടി സൈഡ് ഒതുക്കിക്കോ. വളരെ ഈസി ആയിട്ട് ആ മനുഷ്യൻ പറഞ്ഞു തരും. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു, എൻ്റെ അനിയൻ്റെ വൈഫുണ്ട്, അവൾ വണ്ടി ഓടിക്കുമ്പോൾ ഞാനാണ് സൈഡിലിരുന്നത്. കാര്യം ഞാൻ വഴക്ക് പറയില്ല, കാര്യം
എനിക്ക് കിട്ടിയിട്ടുള്ള സ്കൂളിംഗ് ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ നിങ്ങൾ വഴക്ക് പറഞ്ഞ് പാനിക്കാക്കുകയല്ല വേണ്ടത്. അയാളൊന്ന് തെളിയട്ടെ. അത് കഴിയുമ്പോൾ പാസീവായിട്ട് അയാളത് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് ഈ അഗ്രഷൻ, റോഡിലുള്ള അഗ്രഷനെ ന്യായീകരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അഗ്രഷൻ കാണിക്കുന്നവന് ഇവിടെ നിയമം കൊണ്ട് നേരിടണം. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ പറയുന്ന ഒരു കണ്ടീഷനും പരിഗണിക്കാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ആളെ നമ്മൾ പുച്ഛിക്കണം, നമ്മൾ കളിയാക്കണം. ആൺകുട്ടിയാണെങ്കിൽ ഡോസ് നല്ലോണം കൂട്ടാം. പിന്നെ ഓഫ് കോഴ്സ് എല്ലാ ജെൻഡറും നേരിടുന്ന ഒരു വിഷയം തന്നെയാണ് നിറത്തിൻ്റെ പേരിലുള്ള കളിയാക്കലുകളുണ്ട്, മാറ്റി നിർത്തലുകളുണ്ട്. ഹൈറ്റിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയണ്ടല്ലോ. ആൺപിള്ളേരാകുമ്പോൾ നല്ല ഹൈറ്റ് വേണം എന്ന് പറയുന്ന ഇവൻ എൻ്റെ ഉള്ളിൽ പോലും ഉണ്ടെന്നേ. നമ്മൾ സിനിമ കാണുന്ന സമയത്ത് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാൾ ഒരു ഫൈറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഇവന് ഫൈറ്റ് ചെയ്യാം എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. അത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണ്ടും കേട്ടും പഠിച്ച് ഈ സിനിമകളും പരസ്യങ്ങളും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും എന്നെ അടക്കം പഠിപ്പിച്ച് ട്രെയിൻ ചെയ്യിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ടാണ്. ഒരാണെന്നൊക്കെ പറഞ്ഞാൽ ഇത്ര ഹൈറ്റൊക്കെ വേണം. ഹൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോയി അവനൊരു പോരാ അവൻ തികയുന്നില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് ഇൻസെക്യൂറായി ജീവിക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. എൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്തുണ്ട്, മരിച്ചുപോയി. അവന് ഹൈറ്റ് വളരെ കുറവാണ്, അതായത് എന്നേക്കാളും ഹൈറ്റ് കുറവാണ്. പക്ഷെ അവന് നല്ല ബേസ് വോയിസ് ഉണ്ട്. അവൻ വോയിസ് വെച്ചിട്ട് അവൻ ബേസ് കൂട്ടി പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശബ്ദം താഴ്ത്തിയൊക്കെ അവൻ സംസാരിക്കുമായിരുന്നു. കാരണം ഞാനൊരു പുരുഷനാണെന്ന് തെളിയിക്കാം. പക്ഷേ അവൻ ഭയങ്കര ഇൻസെക്യൂർ ആയിരുന്നു അവൻ്റെ ഹൈറ്റിൻ്റെ കാര്യത്തിൽ. എല്ലാവരും കളിയാക്കും. ആ ക്ലാസ്സിൽ 2 അഖിലുണ്ടായിരുന്നു, വലിയ അഖിലും ചെറിയ അഖിലും. ഇവനെ ചെറിയ അഖിലിനാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവന് ഹൈറ്റിൻ്റെ കുറവുണ്ട് എന്നുള്ളതുകൊണ്ട് അവൻ്റെ പുരുഷത്വത്തിന് അതൊരു കുറവാണ് എന്ന് പറയുന്ന പോലത്തെ ആംഗിളിലാണ് പല ആളുകളും അവനെ കളിയാക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ ബിഗ് ബി സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് അവൻ അതുപോലത്തെ വേഷങ്ങളൊക്കെ ചെയ്ത്, അതായത് ഐ എം ഗുഡ് ഇനഫ്, ഐ എം എ മാൻ ഗുഡ് ഇനഫ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബ്രേക്കപ്പ് അല്ല, ആക്ച്വലി അതിനൊരു ചീറ്റിംഗ് സീൻ എന്ന് പറയാം. ആ സീനിൽ ഞാൻ തകർന്നടിഞ്ഞ് ഒരു ലെവൽ വിട്ട് നിൽക്കുകയാണ്. ഞാൻ പൊട്ടിക്കരയാണ്. എന്ന് വെച്ചാൽ ബാത്റൂമിൽ കയറി ഡോറടച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാനും അവനെ കളിയാക്കിയിട്ടുണ്ട് അവൻ്റെ ഹൈറ്റിൻ്റെ പേരിൽ. നമ്മളിതുപോലെ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്ത് തിരുത്തിയാണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ അവനെ കളിയാക്കും. അവനും ഞാനും എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ വൻ ഫൈറ്റാണ്. ഞാൻ കുളിമുറിയുടെ ടോയ്ലറ്റിൻ്റെ ഡോർ അടച്ചിട്ട് അകത്ത് നിന്ന് കരയാണ്. അവൻ അവിടെ വന്നു, ഞാനാണെന്ന് അവന് മനസ്സിലായി. ഉണ്ണി നീ ഇറങ്ങ് എല്ലാവരും പോയി, നീ വാ എന്ന് പറഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവൻ എന്നെ ഇറക്കി, എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു നിന്ന് കരഞ്ഞു തീർത്തു. എന്ന് വെച്ചാൽ ഇങ്ങനെ വാർന്നൊഴുകുന്ന പോലെ നെഞ്ചൊക്കെ ഇങ്ങനെ ഇടിക്കുക. അങ്ങനെ നിന്ന് കരഞ്ഞു, ബെല്ലടിച്ചു, എല്ലാവരും ക്ലാസ്സിൽ കയറി. അവൻ പോയില്ല, അവൻ എന്നെ കെട്ടിപ്പിടിച്ചു തന്നെ നിന്നു. ആ സമയത്ത് കളിയാക്കാൻ ആരോ വന്നപ്പോൾ പോടാ എന്ന് പറഞ്ഞിട്ട് അവനെ ഓടിച്ചു വിട്ട് അവൻ എൻ്റെ കൂടെ നിന്നു. അന്നത്തെ ദിവസം അവൻ എൻ്റെ കൂടെ നിന്നതുപോലെ ഒരാളും എൻ്റെ കോളേജ് ടൈമിലോ സ്കൂൾ ടൈമിലോ അങ്ങനെ എൻ്റെ കൂടെ നിന്നിട്ടില്ല. ഹി വാസ് എ വെരി പവർഫുൾ മാൻ നമ്മൾ അങ്ങനെ പറയാനാണെങ്കിൽ. കാര്യം ഞാൻ വീഴാൻ പോയപ്പോൾ അവൻ എൻ്റെ കൂടെ നിന്നു, എന്നെ വീഴാതെ നോക്കിയത് അവനാണ് എന്ന് പറയുമ്പോൾ, നിങ്ങളൊരു ലീഡറിൻ്റെ ഒരു ആ ഗ്രൂപ്പിൽ ഒരാൾ വീഴാൻ പോകുന്ന സമയത്ത് അയാളെ താങ്ങി നിർത്തുന്ന, ആസ് എ ടീം മെമ്പർ അയാളെ സ്ട്രോങ് ആക്കി നിർത്തേണ്ട ഒരാളെന്ന് പറയുമ്പോൾ അവനെ കളിയാക്കിയിട്ടുള്ള മറ്റേത് പുരുഷ കേസരികളേക്കാൾ ബെറ്റർ മാനായിരുന്നു. പക്ഷേ ഹൈറ്റിൻ്റെ പേരിലെ കളിയാക്കലുകൾ ഇന്നും തുടരുന്നുണ്ട്. അങ്ങനെ ശാരീരികമായും മാനസികമായും സാമൂഹികമായും നമ്മുടെ നാട്ടിൽ പുരുഷന്മാർ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി ടു ബി എ മാൻ. നമ്മൾ ഈ പറയുന്ന പ്രിവിലേജുകളൊക്കെ നമുക്കുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ പ്രിവിലേജുകളുടെയൊക്കെ മുകളിൽ നിൽക്കുമ്പോഴും നമ്മൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട് മാൻ. ഇറ്റ്സ് വെരി പെയിൻഫുൾ, ഇറ്റ്സ് എ ബേർഡൻ ആക്ച്വലി. കുറേ പുരുഷന്മാർക്കെങ്കിലും ചാർലിയെ പോലെ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. ഇഷ്ടമുള്ള സ്ഥലത്ത് പോവുക, ഇഷ്ടമുള്ള ജോലി ചെയ്യുക, ആവശ്യത്തിന് പൈസ ഉണ്ടാക്കുക, എന്നിട്ട് വീണ്ടും ട്രാവൽ ചെയ്യുക, അവിടെ പോവുക ഇവിടെ പോവുക, ഒരുപാട് സൗഹൃദങ്ങളുണ്ടാക്കുക, ഇങ്ങനെ പറന്ന് നടക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്താ ചെയ്യുക? ഞാനൊരു ആണായിട്ടൊരു കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറേ പണിയുണ്ട് ചെയ്തു തീർക്കാൻ വേണ്ടി, കുറേ ഡ്യൂട്ടി ഉണ്ട്, കുറേ ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. കൃത്യസമയത്ത് താടി മീശ വന്നം, പൊക്കം വെക്കണം, വണ്ണം കൃത്യമായിട്ടുണ്ടാവണം, പറ്റുകയാണെങ്കിൽ 6 പാക്കും കൊണ്ട് നടക്കണം. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ട്. ഇവരുടെ ഒക്കെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു സമയമാകുമ്പോൾ കല്യാണം കഴിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ നാട്ടുകാരും വീട്ടുകാരും ബുദ്ധിമുട്ടിക്കുന്നു, കല്യാണം കഴിക്കുന്നു, ഉത്തരവാദിത്തങ്ങൾ വരുന്നു. അങ്ങനെ ഞാനൊരു സ്ഥലത്ത് ഒതുങ്ങി പോകുന്നു. അങ്ങനെ പറന്ന് നടക്കാൻ ആഗ്രഹിച്ച ഞാൻ ഒരു സ്ഥലത്ത് തന്നെ ജനിച്ച് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് തന്നെ ജീവിച്ച് ജീവിതാവസാനം വരെ അവിടെ ഇരുന്ന് അവസാനം റിട്ടയർമെൻ്റ് ഒക്കെ ആകുമ്പോൾ എന്തൊക്കെയായിരുന്നു ഞാൻ പണ്ട് ആഗ്രഹിച്ചത്, ഞാൻ എങ്ങനെയൊക്കെ പറന്ന് നടക്കേണ്ട ആളായിരുന്നു, എന്നിട്ട് ഞാൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട എന്നാലോചിച്ച് വിഷമിച്ചിരിക്കേണ്ടി വരുന്നു. ഇതെല്ലാവരുടെയും കാര്യം ഇങ്ങനെ ആയിരിക്കും എന്നല്ല, പക്ഷേ ഒരു വലിയ വിഭാഗം ആളുകൾ ഈ പറയുന്ന സൊസൈറ്റിയുടെ നീഡ്സ്, അവരുടെ വാണ്ട്സ് ഒക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി ജീവിച്ച് ഇങ്ങനെ ആയി പോകുന്നുണ്ട്. ആ ദുഃഖങ്ങളും നമ്മളിടയ്ക്ക് പങ്കുവെക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഈ പറയുന്ന ഏതെങ്കിലും ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ബ്രോ, നിങ്ങൾ തനിച്ചല്ല. നമ്മളെല്ലാവരും ഇതിനെതിരെ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കഷണ്ടിയുടെയും പൊക്കത്തിൻ്റെയും മീശയുടെയും പേരിൽ കളിയാക്കുന്ന പരിപാടികൾ ഒന്ന് നിർത്തിയാൽ, നമ്മുടെ ഭാഗത്തു നിന്നൊരു സ്റ്റെപ്പ് എടുത്താൽ നല്ലതായിരിക്കും.
നമുക്ക് മാത്രമല്ല നമ്മളെപ്പോലെ ഇനി വളർന്നു വരുന്ന ഒരുപാട് ആൺപിള്ളേർക്ക് അത് ഉപകാരമായിരിക്കും. ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം എന്ന് പറയുന്ന അടിച്ചേൽപ്പിക്കലുകൾ ഒഴിവാക്കിയാൽ നമുക്കും ഫ്യൂച്ചറിൽ വരുന്ന ജനറേഷൻ അത് ഉപകാരമായിരിക്കും. നമ്മളോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നമ്മളോടുകൂടി ഈ പ്രശ്നങ്ങളിൽ ഒരു അയവ് വരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ച ഈ പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൺകുട്ടികൾ അനുഭവിക്കാതിരുന്നാൽ അവർക്ക് അതിൽ നിന്ന് ഒരു മോചനമോ അല്ലെങ്കിൽ ഒരു റിലീഫോ കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി എന്നാൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.